വാർത്തകൾ തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്ത. സന്ദർശക വിസയിൽ സൗദിയിലെത്തുന്ന മുഴുവൻ പേർക്കും നിർബന്ധമാക്കിയ ആരോഗ്യ ഇൻഷുറൻസ് പ്രാബല്യത്തിൽ. തിങ്കളാഴ്ച മുതൽ ഇന്ത്യയിൽ നിന്നുള്ള മുഴുവൻ സന്ദർശക വിസയ്ക്കും ഇൻഷുറൻസ് ഫീസ് നൽകണം. ഇനി മുതൽ ഇൻഷുറൻസ് ഫീസ് അടയ്ക്കാത്തവരുടെ വിസ സ്റ്റാമ്പ് ചെയ്യില്ല. സൗദി തൊഴിൽ മന്ത്രാലയം രാജ്യത്തെ മൊബൈൽ കടകളിൽ നടപ്പാക്കിയ 100% സ്വദേശീവൽക്കരണത്തിൽ നിന്ന് പിറകോട്ടു പോകില്ലെന്ന തൊഴിൽ മന്ത്രി. സ്വദേശി യുവാക്കൾ മൊബൈൽ വിപണിയിൽ ആത്മവിശ്വാസത്തോടെ തൊഴിലെടുക്കുന്നുണ്ടെന്നും മന്ത്രി. വിശദമായ വാർത്തകളിലേക്ക്. സന്ദർശക വിസയിൽ സൗദിയിലെത്തുന്ന മുഴുവൻ പേർക്കും നിർബന്ധമാക്കിയ ആരോഗ്യ ഇൻഷുറൻസ് പ്രാബല്യത്തിൽ വന്നു. തിങ്കളാഴ്ച മുതൽ ഇന്ത്യയിൽ നിന്നുള്ള മുഴുവൻ സന്ദർശക വിസയ്ക്കും ഇൻഷുറൻസ് ഫീസ് നൽകണം. 8 കമ്പനികൾക്കാണ് ഇൻഷുറൻസ് സേവനങ്ങൾക്ക് അംഗീകാരം നൽകിയത്. ആളുകളുടെ പ്രായം, സൗദിയിൽ തങ്ങുന്ന കാലം എന്നിവ പരിഗണിച്ചാണ് ഇൻഷുറൻസ് നിരക്ക് നൽകേണ്ടതെന്ന് കോപ്പറേറ്റീവ് ഇൻഷുറൻസ് സഭ വ്യക്തമാക്കി. 2014 മാർച്ച് 3 ചേർന്ന സൗദി മന്ത്രിസഭാ യോഗമാണ് സന്ദർശകർക്കും ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കിയത്. ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ മാസം ആദ്യം മുതൽ വിവിധ രാജ്യങ്ങളിലെ സൗദി എംബസികളും കോൺസുലേറ്റും വിസ ഫീസിനൊപ്പം ഇൻഷുറൻസ് സംഖ്യയും ഈടാക്കി തുടങ്ങിയിരുന്നു. വെള്ളിയാഴ്ചയാണ് ഇത് നിർബന്ധമാക്കി ഉത്തരവിറങ്ങിയത്. ഡൽഹിയിലെ സൗദി എംബസിയും മുംബൈ കോൺസുലേറ്റും ഇത് സംബന്ധിച്ച സർക്കുലർ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിരുന്നു. തിങ്കളാഴ്ച മുതൽ ഇൻഷുറൻസ് ഫീസ് അടക്കാത്തവരുടെ വിസ സ്റ്റാമ്പ് ചെയ്യില്ല. രാജ്യത്തെ 8 ഇൻഷുറൻസ് കമ്പനികൾക്കാണ് സന്ദർശകരുടെ മെഡിക്കൽ ഇൻഷുറൻസിന് അനുമതി നൽകിയത്. ഇൻഷുറൻസ് നിരക്ക് കോപ്പറേറ്റീവ് ഇൻഷുറൻസ് സഭ നിശ്ചയിച്ചിട്ടില്ല. ഓരോ കമ്പനി നൽകുന്ന സേവനത്തിൻ്റെയും സന്ദർശകരുടെ പ്രായം, സൗദിയിൽ തങ്ങുന്ന കാലാവധി എന്നിവ പരിഗണിച്ചാണ് ഫീസ് നിരക്ക്. വിവിധ നിരക്കുകളിൽ നിന്ന് താൽപ്പര്യമുള്ള സ്കീം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടാകും. അതേസമയം $254 ഫീസ് നിരക്കെന്ന് മുംബൈയിലെ വിസ സർവീസ് സ്ഥാപന പ്രതിനിധി മീഡിയാവണിനോട് പറഞ്ഞു. എന്നാൽ തിങ്കളാഴ്ച മാത്രമേ കൃത്യമായ വിവരം ലഭിക്കുകയുള്ളൂ എന്നും അവർ വ്യക്തമാക്കി. വൈദ്യപരിശോധന, മരുന്നുകൾ, ആശുപത്രികൾ, കിടത്തി ചികിത്സിക്കാനുള്ള ചെലവുകൾ, ഗർഭധാരണം, പ്രസവം, നവജാത ശിശു, പല്ല്, മോണ എന്നിവയുടെ ചികിത്സ, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, ഡയാലിസിസ്, സൗദിക്കകത്തോ പുറത്തോ എയർ ആംബുലൻസ് സേവനം, മരണപ്പെട്ടാൽ സ്വദേശത്തേക്ക് കൊണ്ടുപോകാനുള്ള ചെലവ് എന്നിവ സന്ദർശകരുടെ മെഡിക്കൽ ഇൻഷുറൻസ് പാക്കേജിൽ ഉൾപ്പെടുമെന്നും അധികൃതർ വ്യക്തമാക്കി. റബി മുഹമ്മദ്, മീഡിയ 1, റിയാദ്. കഴിഞ്ഞ 9 മാസത്തിനിടെ ശമ്പളം കിട്ടാതെ വലഞ്ഞ 10,500 തൊഴിലാളികൾക്ക് കുടിശ്ശിക ലഭ്യമാക്കാൻ സഹായിച്ചതായി UAE മാനവ വിഭവശേഷി സ്വകാര്യവൽക്കരണ മന്ത്രാലയം. ഇക്കാലയളവിൽ 598 സ്ഥാപനങ്ങൾ, 740 തൊഴിലാളി താമസയിടങ്ങൾ, 870 പ്രവൃത്തി സ്ഥലങ്ങൾ എന്നിവയടക്കം ഉദ്യോഗസ്ഥർ 2200 പരിശോധനകൾ നടത്തിയതായും മന്ത്രാലയം അറിയിച്ചു. പരിശോധനയിൽ 122 സ്ഥാപനങ്ങളിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തി. കരാർ പ്രകാരമുള്ള ശമ്പളം നൽകാതിരിക്കൽ, ശമ്പളം വൈകിക്കൽ, അധിക സമയം ജോലിക്ക് പ്രതിഫലം നിഷേധിക്കൽ, പൊതു ഒഴിവ് ദിവസങ്ങളിൽ ജോലിക്കെത്തുന്നവർക്ക് നിയമപ്രകാരമുള്ള വേതനം നൽകാതിരിക്കൽ തുടങ്ങിയ നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയതെന്ന് മന്ത്രാലയത്തിന്റെ പരിശോധനാകാര്യ അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മാഹിർ അൽ ഉബൈദ് പറഞ്ഞു. തൊഴിലാളികൾക്ക് അവരുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് പരിശോധന നടത്തിയത്. തൊഴിലുടമകളെ ബോധവൽക്കരിക്കുകയെന്നതും പരിശോധനയുടെ ലക്ഷ്യമായിരുന്നു. തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും തൊഴിൽ നിയമത്തെക്കുറിച്ച് ബോധവൽക്കരണം നൽകി. നിശ്ചിത രീതിയിൽ നിന്ന് 10 ദിവസത്തിൽ കൂടുതൽ ശമ്പളം വൈകുന്നതിനെതിരെ ജൂലൈയിൽ മന്ത്രാലയം പുറപ്പെടുവിച്ച ഉത്തരവിനെക്കുറിച്ച് തൊഴിലുടമകളെയും ബോധ്യപ്പെടുത്തിയെന്നും മാഹിർ അൽ ഉബൈദ് അറിയിച്ചു. പരിശോധകർ തൊഴിലാളികളുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും അവരുടെ സാഹചര്യങ്ങൾ പരിശോധിക്കുമെന്നും പരാതികളുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തുമെന്നും പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്ന സുൽത്താൻ അൽ സഅദി അറിയിച്ചു. തൊഴിലിടങ്ങളിലെ ആരോഗ്യപരവും സുരക്ഷാപരവുമായ സാഹചര്യങ്ങൾ പരിശോധിക്കാൻ ഉദ്യോഗസ്ഥർ ഉൾപ്രദേശങ്ങളിലെ സ്ഥാപനങ്ങളും സന്ദർശിക്കും. താമസ സ്ഥലങ്ങളിൽ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നതും പരിശോധനയിൽ ഉൾപ്പെടുത്തും. മീഡിയ 1, ദുബായ്. ഇപ്പോൾ കിട്ടിയ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. എറണാകുളം മുളന്തുരുത്തിയിൽ ട്രെയിൻ ഇടിച്ച് 3 പേർ മരിച്ചു. 2 സ്ത്രീകളും ഒരു പുരുഷനുമാണ് മരിച്ചത്. സച്ചിദാനന്ദൻ, സുജ, ജ്യോതിലക്ഷ്മി എന്നിവരാണ് മരിച്ചത്. വിവരങ്ങൾ നൽകാൻ ആതിരയുണ്ട് കൊച്ചിയിൽ നിന്നും. ആതിര, എങ്ങനെയാണ് അപകടമുണ്ടായത്? കൂടുതൽ വിശദാംശങ്ങൾ. അഞ്ജന, രാത്രി 9:50 അപകടമുണ്ടായിരിക്കുന്നത്. ഇത് ആത്മഹത്യയാണ് അല്ലെങ്കിൽ ട്രെയിന് മുന്നിലേക്ക് ചാടിയതാണ് എന്നാണ് നിലവിലുള്ള വിവരം. സച്ചിദാനന്ദൻ, സുജ, ജ്യോതിലക്ഷ്മി എന്നിങ്ങനെ 3 ആളുകളാണ് മരിച്ചിരിക്കുന്നത്. ഇത് കുടുംബാംഗങ്ങളാണ്. ഭാര്യയും മകളും ഉൾപ്പെടുന്ന കുടുംബാംഗങ്ങളാണ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുള്ളതെന്നാണ് വിവരം. അതായത് ജ്യോതിലക്ഷ്മി 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണെന്നാണ് ഇപ്പോൾ നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. മുളന്തുരുത്തി ഭാഗത്താണ് അപകടമുണ്ടായിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുന്നതേ ഉള്ളൂ. അഞ്ജന. ശരി, എറണാകുളത്തിനടുത്ത് മുളന്തുരുത്തിയിൽ ട്രെയിൻ ഇടിച്ച 3 പേർ മരിച്ചു. 2 സ്ത്രീകളും ഒരു പുരുഷനുമാണ് മരിച്ചത്.
സൗദി തൊഴിൽ മന്ത്രാലയം രാജ്യത്തെ മൊബൈൽ കടകളിൽ നടപ്പാക്കിയ 100% സ്വദേശീവൽക്കരണത്തിൽ നിന്ന് പിറകോട്ട് പോകില്ലെന്ന് തൊഴിൽ മന്ത്രി ഡോക്ടർ മുഫ്രിജ് അൽ ഹഖ്ബാനി പറഞ്ഞു. തലസ്ഥാനത്തെ ടെലികോം കോംപ്ലക്സുകളിൽ നടത്തിയ പര്യടനത്തിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. സ്വദേശി യുവാക്കൾ മൊബൈൽ വിപണിയിൽ ആത്മവിശ്വാസത്തോടെ തൊഴിലെടുക്കുന്നത് കണ്ടതിൽ സംതൃപ്തനാണെന്നും മന്ത്രി പറഞ്ഞു. 5 വർഷത്തിനകം UAE ലോകത്തെ ഏറ്റവും മികച്ച രാജ്യമാക്കാൻ ലക്ഷ്യമിട്ട് സർക്കാർ ജീവനക്കാരുടെ 550 അംഗ ടീമിന് പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം രൂപം നൽകി. സർക്കാർ ജീവനക്കാരുടെ ഉദാസീനതയും കെടുകാര്യസ്ഥതയും വെച്ചുപൊറുപ്പിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. UAE പ്രധാനമന്ത്രി, വൈസ് പ്രസിഡന്റ് എന്നീ ചുമതലകൾ ഏറ്റെടുത്ത് 10 വർഷം പിന്നിടുന്നതിന്റെ ഭാഗമായി ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് രാജ്യം എന്ത് ലക്ഷ്യമിടുന്നു എന്ന് വ്യക്തമാക്കുന്നത്. 2021 50ാം ദേശീയ ദിനം ആഘോഷിക്കുന്നതിന് മുമ്പേ ലോകത്തെ ഏറ്റവും മികച്ച രാജ്യമെന്ന നിലയിലേക്ക് UAE മാറേണ്ടതുണ്ട്. അതിന് 52 മേഖലകളിൽ മികച്ച പ്രകടനവും വളർച്ചയും നേടണമെന്ന് ഷെയ്ഖ് മുഹമ്മദ് ചൂണ്ടിക്കാട്ടി. വിദ്യാഭ്യാസം, ആരോഗ്യം, ഭവനം, സമൂഹം, അടിസ്ഥാന സൗകര്യം, സാമ്പത്തികം, പരിസ്ഥിതി, സുരക്ഷ, നീതി തുടങ്ങിയ മേഖലകൾ ഇതിൽ ഉൾപ്പെടുന്നു. ഈ മേഖലകളിലെ വളർച്ചയ്ക്ക് വിഘാതമാകുന്ന എല്ലാ വെല്ലുവിളികളെയും 5 വർഷം കൊണ്ട് തരണം ചെയ്യണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പേ നൽകിയ മാർഗനിർദ്ദേശപ്രകാരം 62% വളർച്ച ഈ മേഖലകളിൽ കൈവരിക്കാൻ രാജ്യത്തിന് കഴിഞ്ഞു. ബാക്കി 38% വളർച്ച നേടാൻ സാധിച്ചിട്ടില്ലെന്ന് ഷെയ്ഖ് മുഹമ്മദ് ചൂണ്ടിക്കാട്ടി. മുഴുവൻ സാധ്യതകളും പ്രയോജനപ്പെടുത്തി ലക്ഷ്യം കൈവരിക്കാനാണ് 550 അംഗ ടീം രൂപവൽക്കരിച്ചത്. ദേശീയ അജണ്ട നിർവാഹക സംഘം എന്നാണ് ഈ ടീം അറിയപ്പെടുക. രാജ്യത്തിന്റെ ചെലവിൽ ആനുകൂല്യം പറ്റലല്ല ദേശീയത. സർക്കാർ ജീവനക്കാരുടെ ഉദാസീനതയ്ക്കും അലംഭാവത്തിനും യാതൊരു സ്ഥാനവുമില്ല. ജനങ്ങൾക്ക് നൽകിയ വാക്കുകൾ പാലിക്കപ്പെടാനുള്ളതാണ്. ലക്ഷ്യം നേടാൻ രൂപവൽക്കരിച്ച ദേശീയ അജണ്ട നിർവാഹക സംഘം താൻ നേരിട്ട് നയിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. മീഡിയ 1 ദുബായ്. തുർക്കിയിലെ പെട്രോൾ മേഖലയിൽ നിക്ഷേപമിറക്കാൻ സൗദി എണ്ണ കമ്പനിയായ അരാംകോ നീക്കം നടത്തുന്നതായി തുർക്കി വൃത്തങ്ങളെ ഉദ്ധരിച്ച് സാമ്പത്തിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ച 18 വാണിജ്യ കരാറുകളുടെ അടിസ്ഥാനത്തിലാണ് എണ്ണ ശുദ്ധീകരണം. പെട്രോൾ പമ്പുകളുടെ ഓപ്പറേഷൻ, വിമാനത്താവളങ്ങൾക്ക് ആവശ്യമായ ഇന്ധനം നൽകൽ എന്നീ മേഖലയിൽ അരാംകോ നിക്ഷേപമിറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സൗദിയും തുർക്കിയും തമ്മിൽ വർദ്ധിച്ചുവരുന്ന വാണിജ്യ സഹകരണത്തിന്റെയും സൗഹൃദത്തിന്റെയും ഭാഗമായാണ് പുതിയ പദ്ധതികളുടെ പഠനം നടക്കുന്നതെന്ന് മുതിർന്ന അരാംകോ ഉദ്യോഗസ്ഥൻ എഞ്ചിനീയർ അമീർ അന്നാസിർ പറഞ്ഞു. സൗദിയിൽ പരസ്യ ബോർഡുകളുടെ ഫീസ് 100% വർദ്ധിപ്പിക്കാൻ മുനിസിപ്പൽ ഗ്രാമകാര്യ മന്ത്രാലയം തീരുമാനിച്ചു. റോഡരികിലെ പരസ്യ പലകകൾക്കും സ്ഥാപനങ്ങളുടെ ബോർഡുകൾക്കുമെല്ലാം പുതിയ നിയമം ബാധകമായിരിക്കും. മുനിസിപ്പാലിറ്റികളെയും ഗ്രാമപഞ്ചായത്തുകളെയും വിവിധ തട്ടുകളാക്കി തിരിച്ചാണ് ഫീസ് ഈടാക്കുക. നഗരങ്ങളിൽ റോഡരികിലുള്ള പരസ്യ ബോർഡുകളെയും തൂണുകളെയും മൈതാനങ്ങളിലും റോഡ് ക്രോസിംഗുകളിലുമുള്ള പരസ്യ പലകകളെയും ഒരേ ഇനത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്വകാര്യ ഭൂമിയിലും വീടുകളുടെയും കെട്ടിടങ്ങളുടെയും മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള പരസ്യ ബോർഡുകളെ പ്രത്യേക ഇനമായാണ് തരംതിരിച്ചിരിക്കുന്നത്. കുവൈത്ത് വികസന പാതയിലെ നാഴികക്കല്ലായി വിലയിരുത്തപ്പെടുന്ന ഷെയ്ഖ് ജാബിർ ആശുപത്രി 6 മാസത്തിനുള്ളിൽ പ്രവർത്തന സജ്ജമാകുമെന്ന് റിപ്പോർട്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ ആശുപത്രി കെട്ടിടം ഞായറാഴ്ച ആരോഗ്യ മന്ത്രാലയത്തിന് കൈമാറുമെന്ന് പൊതുമരാമത്ത് മന്ത്രാലയം അറിയിച്ചു. ജാബിർ ഹോസ്പിറ്റൽ പ്രൊജക്ട് അസിസ്റ്റന്റ് ഡയറക്ടർ എഞ്ചിനീയർ ബസീന അസദാണ് ഇക്കാര്യം അറിയിച്ചത്. ആശുപത്രി നിർമ്മാണം 96% പൂർത്തിയായിട്ടുണ്ട്. ശേഷിക്കുന്നത് മിനുക്കുപണികൾ മാത്രമാണ്. ദിവസങ്ങൾക്കുള്ളിൽ ഇതും പൂർത്തിയാകും. ഞായറാഴ്ച ആശുപത്രി കെട്ടിടം ആരോഗ്യ മന്ത്രാലയത്തിന് കൈമാറും. ഇരു മന്ത്രാലയങ്ങളിലെയും ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരിക്കും കൈമാറൽ ചടങ്ങെന്നും എഞ്ചിനീയർ ബസീന അസദ് പറഞ്ഞു. ആരോഗ്യ മന്ത്രാലയം ഏറ്റെടുക്കുന്നതോടെ 6 മാസത്തിനുള്ളിൽ ആശുപത്രി പ്രവർത്തന സജ്ജമാകുമെന്നാണ് കരുതപ്പെടുന്നത്. 2009 അമീർ ഷെയ്ഖ് ജാബിർ അൽ അഹമ്മദ് അൽ സബാഹിന്റെ നാമധേയത്തിൽ ജുനൂബ് സുറയിൽ ആശുപത്രിയുടെ നിർമ്മാണം ആരംഭിച്ചത്. ഒരേ സമയം 1200 രോഗികളെ കിടത്തി ചികിത്സിക്കാൻ സൗകര്യമുള്ള ആശുപത്രിക്ക് 30.4 കോടി ദിനാറാണ് നിർമ്മാണ ചെലവ് കണക്കാക്കിയത്. 12 നിലകളുള്ള പ്രധാന ബ്ലോക്കിന് പുറമെ ഡോക്ടർമാരുടെയും പാരാമെഡിക്കൽ ജീവനക്കാരുടെയും താമസത്തിനായി റെസിഡൻഷ്യൽ ബ്ലോക്കും 5000 കാറുകൾ, 50 ആംബുലൻസ് വാനുകൾ എന്നിവ ഉൾക്കൊള്ളുന്ന പാർക്കിംഗ് കെട്ടിടങ്ങളും ഒരുക്കിയിട്ടുണ്ട്. 26 ഓപ്പറേഷൻ തിയേറ്ററുകൾ, എയർ ആംബുലൻസ് ഉൾപ്പെടെയുള്ള റെസ്ക്യൂ സംവിധാനങ്ങൾ, അത്യാധുനിക ലബോറട്ടറികൾ, സ്കാനിംഗ് സെന്ററുകൾ, മെഡിക്കൽ ലൈബ്രറി, മൾട്ടിപർപ്പസ് തിയേറ്റർ എന്നിവയും ആശുപത്രി സമുച്ചയത്തിലുണ്ടാകും. ജാബിർ ആശുപത്രിയുടെ നടത്തിപ്പ് ചുമതല ബ്രിട്ടീഷ് കമ്പനിയെ ഏൽപ്പിച്ചതായി ഈയിടെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. മസ്കത്ത് നഗരസഭയുടെ കീഴിലുള്ള പാർക്കിംഗ് കേന്ദ്രങ്ങൾ ഉപയോഗിക്കുന്നതിന് ഇന്നു മുതൽ പുതിയ നിരക്ക്. നേരത്തെ 1 മണിക്കൂർ നേരത്തേക്ക് 100 പൈസയാണ് മസ്കത്ത് മുനിസിപ്പാലിറ്റി ഈടാക്കിയിരുന്നത്. ഇന്നു മുതൽ 1 മണിക്കൂർ പാർക്കിങ്ങിന് 200 പൈസയാണ് നിരക്ക്. മസ്കത്ത് മുനിസിപ്പാലിറ്റി ഇത് സംബന്ധമായ അറിയിപ്പുകൾ സോഷ്യൽ മീഡിയ വഴിയും മറ്റും പൊതുജനങ്ങൾക്ക് നൽകിക്കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായി നിലവിലെ പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ നവീകരണം നടത്തിക്കഴിഞ്ഞു. പലയിടത്തും പാർക്കിംഗ് കേന്ദ്രങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. പാർക്കിംഗ് നിയമലംഘനത്തിലുള്ള പിഴയും വർദ്ധിപ്പിച്ചു. അശ്രദ്ധമായി 2 വാഹനങ്ങളുടെ സ്ഥലത്ത് പാർക്ക് ചെയ്യുന്നവർ 10 റിയാൽ പിഴയടയ്ക്കണം.
അതിനാൽ അടുത്ത പാർക്കിംഗ് ഏരിയയിലേക്ക് കടന്നിട്ടില്ലെന്ന് ഉറപ്പുവരുത്തി ശ്രദ്ധയോടെ വേണം വാഹനം പാർക്ക് ചെയ്യാൻ. ഇന്ധനവില വർധനവിനൊപ്പം പാർക്കിംഗ് ഫീസും വർദ്ധിപ്പിച്ചത് വാഹന ഉടമകൾക്ക് തിരിച്ചടിയാവുന്നുണ്ട്. പാർക്കിംഗ് പിഴയിലെ വർധന റൂവിയിലെയും മത്രയിലെയും വ്യാപാര സ്ഥാപനങ്ങളെ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. പാർക്കിംഗ് സൗകര്യങ്ങളുടെ അപര്യാപ്തത മൂലം ഇപ്പോൾ തന്നെ ആളുകൾ ഇവിടെ ഷോപ്പിങ്ങിനെത്താൻ മടിക്കുന്ന സാഹചര്യമാണ്. പൊതുവേ വ്യാപാരം വളരെ മോശമാണ്. അതോടൊപ്പം പൊതുവായി ഏർപ്പെടുന്ന ഈ പാർക്കിംഗ് ഫീ വരുന്നതോട് കൂടിയിട്ട് വ്യാപാരം അങ്ങേയറ്റം കുറയുമെന്നാണ് നമ്മൾ കരുതുന്നത്. നഗരസഭ ഇതിന് ഒരു മൾട്ടി പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തുമെന്നാണ് നമ്മൾ കരുതുന്നത്. വികലാംഗർക്കായി നിശ്ചയിച്ച സ്ഥലത്ത് വാഹനമിട്ടാൽ 20 റിയാലാണ് അടയ്ക്കേണ്ടി വരിക. ആംബുലൻസിന് നിശ്ചയിച്ച മേഖലയിലെ പാർക്കിങ്ങിന് 100 റിയാലും പരസ്യാവശ്യാർത്ഥം വിൽപ്പനയ്ക്ക് എന്ന പരസ്യം എഴുതി വാഹനം പാർക്ക് ചെയ്യുന്നവർ 500 റിയാലും പിഴ അടയ്ക്കേണ്ടി വരും. എന്നാൽ ആംബുലൻസ്, പോലീസ് വാഹനങ്ങൾ, മുനിസിപ്പാലിറ്റി അംഗീകരിച്ച സർക്കാർ വാഹനങ്ങൾ എന്നിവയെ നിരക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. 1 മാസത്തേക്ക് ഒന്നിച്ച് സ്ഥലം ബുക്ക് ചെയ്യുന്നവർ 50 റിയാൽ നൽകണം. പ്രൈവറ്റ് പാർക്കിംഗ് പെർമിറ്റിനാകട്ടെ 15 റിയാൽ ആയിരിക്കും. മീഡിയ 1 മസ്കത്ത്. കുവൈത്തിൽ കഴിഞ്ഞ 9 മാസങ്ങൾക്കിടെ 100-ലേറെ മദ്യനിർമ്മാണ കേന്ദ്രങ്ങൾ കണ്ടെത്തി നശിപ്പിച്ചതായി ആഭ്യന്തര മന്ത്രാലയം. ജനൂബ് സുറയിൽ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ നടത്തിയ റെയ്ഡിൽ കണ്ടെത്തിയ മദ്യനിർമ്മാണ കേന്ദ്രമാണ് ഇതിലേറ്റവും വലുത്. ഇന്ത്യ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, കൊറിയ തുടങ്ങിയ ഏഷ്യൻ രാജ്യക്കാരുടെ നേതൃത്വത്തിലാണ് ഫ്ളാറ്റുകളും താമസയിടങ്ങളും കേന്ദ്രീകരിച്ച കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചു വരുന്നത്. സ്വദേശികളിൽ പലരും ഫ്ളാറ്റുകൾ മദ്യനിർമ്മാണ കേന്ദ്രങ്ങൾക്കായി വിട്ടുകൊടുക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. വിദേശികൾ കൂടുതലായും താമസിക്കുന്ന ഫർവാനിയ, ജലീബ്, മഹ്ബൂല എന്നീ പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മദ്യവേട്ട നടന്നതെന്നും മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. മുസ്ലിം ലീഗ് നേതാവായിരുന്ന പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഓർമ്മ പുതുക്കി ദുബായിൽ അന്താരാഷ്ട്ര സെമിനാർ. വിവിധ തുറകളിൽ നിന്നുള്ള നിരവധി പ്രഗത്ഭരുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു ചടങ്ങ്. കെയ്റോ യൂണിവേഴ്സിറ്റിയിൽ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്കൊപ്പമുണ്ടായിരുന്ന ഡോക്ടർ മുഹമ്മദ് ഷുഐബ് നഗ്രിമിയായിരുന്നു ചടങ്ങിലെ പ്രധാന താരം. 5 വർഷത്തെ കെയ്റോ പഠനകാലത്ത് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ അടുത്തറിയാൻ സാധിച്ചതിന്റെ അനുഭവങ്ങൾ അദ്ദേഹം സദസ്സുമായി പങ്കുവച്ചു. മുനവർ അലി, ബഷീർ അലി തങ്ങൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ കൂടിയായിരുന്നു നഗ്രിമയുടെ പ്രഭാഷണം. और मोहम्मद अली भी हिंदुस्तानी, तुम लोग कोई कॉमन लैंग्वेज नहीं है। हमने कहा कि कॉमन लैंग्वेज तो है, हम तो अरबी में बात करते हैं, इसलिए कि वो हदीस है मुतकल्लम अरबी, वो अरबी हदीस ज़ईफ़ है लेकिन ही बात कर। तो मैंने मोहम्मद अली से कहा, हमने कहा यार ऐसा है कि हम तुमको उर्दू पढ़ाएं, तुम हमको मलयालम पढ़ो। तो मोहम्मद अली को उर्दू तो मैंने पढ़ा ली, अब वो मलयालम का हमसे कह के पढ़ो, हमने कहा जन्नत में पढ़ेंगे। ദുബൈ മലപ്പുറം ജില്ലാ KMCC സംഘടിപ്പിച്ച സയ്യിദ് ഷിഹാബ് ഇന്റർനാഷണൽ സമ്മിറ്റിൽ പ്രൊഫസർ സജ്ജാദ് ഇബ്രാഹിം മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലോകം നേരിടുന്ന പ്രധാന വെല്ലുവിളികളെ അതിജീവിക്കാൻ സാമുദായിക ഐക്യം അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഹോളി ഖുർആൻ മീഡിയ മേധാവി അഹമ്മദ് സയ്യിദ്, AP സംസുദ്ദീൻ ബിൻ മൊഹീദ്ദീൻ, ഡോക്ടർ PA ഇബ്രാഹിം ഹാജി, പുത്തൂർ റഹ്മാൻ, PK അൻവർ ദഹ, പാറപ്പുറത്ത് മൊയ്തീൻ ഹാജി, ചെമ്മുക്കൻ യാഹുമോൻ, അഷ്റഫ് താമരശ്ശേരി, അഡ്വക്കേറ്റ് സാജിദ് അബൂബക്കർ, AC ഇസ്മായിൽ, മുസ്തഫ തിരൂർ, R ഷുക്കൂർ എന്നിവർ സംസാരിച്ചു. മീഡിയ 1 ദുബൈ. തുടർച്ചയായ 3-ാം വർഷവും ഖത്തർ മരുഭൂമിയിൽ ജൈവകൃഷി നടത്തുകയാണ് നമ്മുടെ അടുക്കളത്തോട്ടം ദോഹ എന്ന ജൈവ കാർഷിക കൂട്ടായ്മ. ഷഹാനിയയിലെ അൽദോസരി പാർക്കിൽ ഈ വർഷവും വിപുലമായി കൃഷിയിറക്കാനാണ് ഈ മലയാളി കൂട്ടായ്മയുടെ തീരുമാനം. മരുഭൂമിയിൽ ആദ്യമായി നെല്ല് വിളയിച്ച് വാർത്തകളിൽ ഇടം പിടിച്ച ഖത്തറിലെ ജൈവ കാർഷിക കൂട്ടായ്മയാണ് നമ്മുടെ അടുക്കളത്തോട്ടം ദോഹ എന്ന ജൈവ കർഷക സംഘം. ഫേസ്ബുക്ക് കൂട്ടായ്മയായി തുടക്കം കുറിച്ച സംഘത്തിൽ ഇന്ന് 800-ലധികം അംഗങ്ങളുണ്ട്. ഇത്തവണ മുൻവർഷത്തെ പോലെ തന്നെ നെല്ലും 1 കണ്ടത്തിൽ ഗോതമ്പും കൂടാതെ നാടൻ പച്ചക്കറികളായ പടവലങ്ങ, പാവയ്ക്ക, വെണ്ട, വഴുതന, മത്ത, കുമ്പളം, ചുരയ്ക്ക, പയറ്, അമരപ്പയറ്. പ്രതികൂലമായ കാലാവസ്ഥയെ അതിജയിച്ച് മണ്ണ് പാകപ്പെടുത്തിയ ഇവർ തുടർച്ചയായ 3-ാം വർഷവും ജൈവ കൃഷിയുമായി മുന്നോട്ടു പോവുകയാണ്. ഷഹാനിയയിലെ അൽദോസരി പാർക്കിലെ കൃഷിയിടത്തിൽ 2000-ഓളം തൈകൾ നട്ടാണ് പുതിയ സീസണ് തുടക്കം കുറിച്ചത്. ജൈവകൃഷിയെ അടുത്തറിയാനെത്തിയ ബിർള പബ്ലിക് സ്കൂളിലെ 150-ഓളം വിദ്യാർത്ഥികൾക്കൊപ്പം പാർക്കുടമ മുഹമ്മദ് അൽദോസരി തൈനടലിന് തുടക്കമിട്ടു. മരുഭൂ കൃഷിയിലെ അനുഭവപാഠം മുൻനിർത്തിയും കാര്യമായ മുന്നൊരുക്കങ്ങൾ നടത്തിയുമാണിവർ 3-ാം സീസൺ തുടക്കം കുറിച്ചത്. പ്രവാസികൾക്ക് പുതിയ കൃഷിപാഠം പകർന്നു കൊടുക്കാൻ കൂടി വീട്ടമ്മമാരടങ്ങുന്ന ഈ മലയാളി സംഘം ലക്ഷ്യമിടുന്നുണ്ട്. മുജീബ് റഹ്മാൻ, മീഡിയ 1 ദോഹ. സയ്യിദ് ഷിഹാബ് ഔട്ട്സ്റ്റാൻഡിംഗ് പേഴ്സണാലിറ്റി അവാർഡുകൾ വിതരണം ചെയ്തു. അത്താരിദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഉടമ വേണു കുന്നപ്പള്ളി, GT ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സാരഥി ഷമീന സലീം, ഇഫെൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മേധാവി ഷാജി ഐക്കര എന്നിവർക്ക് ഹോളി ഖുറാൻ മീഡിയ മേധാവി അഹമ്മദ് സായിദ് പുരസ്കാരം വിതരണം ചെയ്തു. അവാർഡ് ജേതാക്കൾ മറുപടി പ്രസംഗം നടത്തി.
ഭാരവാഹികളോട് എൻ്റെ നന്ദി അറിയിക്കുന്നു. ഖത്തറിൽ ഐക്കൂറ ഇനത്തിൽപ്പെട്ട കനാദ് മത്സ്യങ്ങൾ പിടിക്കുന്നതിന് ഏർപ്പെടുത്തിയിരുന്ന നിരോധനം നീക്കി. ഇത് കനാദ് മത്സ്യങ്ങളുടെ വിലയിൽ ഗണ്യമായ കുറവ് അനുഭവപ്പെടാൻ ഇടയായേക്കും. 2 മാസമായി വലകൾ ഉപയോഗിച്ച് ഐക്കൂറ മത്സ്യം പിടിക്കുന്നതിനുണ്ടായിരുന്ന വിലക്കിനെ തുടർന്ന് സെൻട്രൽ മാർക്കറ്റിൽ ഇവയുടെ വില കിലോയ്ക്ക് 65 റിയാൽ വരെയും മറ്റ് വിപണികളിൽ 75 റിയാൽ വരെയും എത്തിയിരുന്നു. ട്രാവൽ ഏജന്റ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ 63ാമത് വാർഷിക സമ്മേളനം അബുദാബിയിൽ തുടങ്ങി. എമിറേറ്റ്സ് പാലസ് ഹോട്ടലിൽ നടക്കുന്ന സമ്മേളനം ഒക്ടോബർ 17 വരെ നീണ്ടു നിൽക്കും. 600ഓളം ട്രായ് പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. മലയാളി യുവാവ് കുവൈത്തിൽ ലിഫ്റ്റിൽ നിന്ന് വീണു മരിച്ചു. കൊല്ലം കടക്കൽ സ്വദേശി നവാസാണ് മരിച്ചത്. 34 വയസ്സായിരുന്നു. മംഗഫ് ബ്ലോക്ക് 4 ഇന്ന് രാവിലെയാണ് സംഭവം. സ്കൂൾ ട്രാൻസ്പോർട്ടേഷൻ സർവീസ് നടത്തുകയായിരുന്നു നവാസ്. ഭാര്യയും 2 പെൺകുട്ടികളുമുണ്ട്. സൗദി പൗരന്മാർ 6 രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിന് വിദേശകാര്യ മന്ത്രാലയം നിരോധനം ഏർപ്പെടുത്തിയതായി പാസ്പോർട്ട് വകുപ്പ് അറിയിച്ചു. സംഘർഷം, സുരക്ഷാ വീഴ്ച എന്നിവ പരിഗണിച്ചാണ് നിരോധനം ഏർപ്പെടുത്തിയതെന്നും അധികൃതർ അറിയിച്ചു. ഇറാൻ, ഇറാഖ്, യമൻ, സിറിയ, തായ്ലൻഡ് എന്നീ രാജ്യങ്ങളിലേക്കാണ് സൗദി പൗരന്മാർ യാത്ര ചെയ്യുന്നത് വിലക്കിയത്. ഇതിനു പുറമെ ഇസ്രായേൽ കൈയടക്കിയ ഫലസ്തീൻ അധിനിവേശ പ്രദേശങ്ങൾ സന്ദർശിക്കരുതെന്നും പാസ്പോർട്ട് വകുപ്പ് അറിയിച്ചു. വിലക്ക് ലംഘിച്ച് യാത്ര ചെയ്യുന്നവർക്ക് 10,000 റിയാൽ പിഴ ഈടാക്കും. ഇവർക്ക് 3 വർഷം വിദേശയാത്രാ വിലക്കും ലഭിക്കുമെന്നും പാസ്പോർട്ട് വകുപ്പ് വ്യക്തമാക്കി. പി മണികണ്ഠൻ രചിച്ച പുറത്താക്കലിന്റെ ഗണിതം എന്ന സംസ്കാര പഠന ഗ്രന്ഥത്തെക്കുറിച്ച് ദുബൈയിൽ മാധ്യമ സംവാദം നടന്നു. അടുത്ത മാസം 4-ന് ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ വെച്ച് കവി കെ സച്ചിദാനന്ദൻ പുസ്തകം പ്രകാശനം ചെയ്യുമെന്ന് പി മണികണ്ഠൻ അറിയിച്ചു. അബ്ദുൾ ശിവപുരം, രശ്മി രവീന്ദ്രൻ, പ്രിയ ദിലീപ് കുമാർ, കൃഷ്ണകുമാർ, കെ എൽ ഗോപി, വെള്ളയോടൻ തുടങ്ങിയവർ പങ്കെടുത്തു. മിഡീസ് അവർ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് media1tv.in സന്ദർശിക്കുക. ഇനി സ്പെഷ്യൽ എഡിഷന്റെ പുനഃസംപ്രേഷണം കാണാം.